അതെ, നാളെ നീ എന്തായാലും കല്യാണത്തിന് വരണം. ഇല്ലമ്മ, എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. 10-25 വയസ്സായൊരു ബോധമില്ലാണ്ട് നടക്കുക. ഓ, അപ്പൊ നാട്ടുകാരുടെ മുന്നിൽ എനിക്ക് കെട്ടിച്ചിടാൻ പ്രായമായിട്ടുള്ള ഒരു മോളുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? നടക്കില്ല അമ്മ, ഞാൻ വരില്ല. കണ്ട, ഒരു ജോലി കിട്ടിയപ്പോൾ അവളുടെ നാവിന്റെ നീളം അവിടെ നിന്റെ അമ്മാമാര് പറഞ്ഞതിനെ പിടിച്ച് കെട്ടിച്ചാൽ മതിയായിരുന്നു. പെണ്ണിന്റെ ഇഷ്ടത്തിന് വിട്ടതിന് കിട്ടി എനിക്ക്. എന്റെ അമ്മേനെ കെട്ടിച്ചൂടെ എന്തെങ്കിലും ഉണ്ടേ വീട്ടില്? ഒരു തരി സ്വർണം പോലും ഇല്ല. അല്ല അമ്മ, നമ്മുടെ അവസ്ഥ മറന്നുപോയോ? എനിക്കറിയാൻ മേലെ ഞാൻ ചോദിക്കുക. നീ അതൊന്നും അന്വേഷിക്കണ്ട, കല്യാണത്തിന്റെ ചെലവ് ഞങ്ങൾ നോക്കിക്കോളാം. അത് എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചേ. 7 കൊല്ലം പിന്നെ ചേച്ചിയുടെ കല്യാണത്തിന് ലോൺ ഇതുവരെ അടച്ചെടുത്തിട്ടില്ല. അവൾ അടയ്ക്കാന്ന് പറഞ്ഞെടുത്ത ലോണല്ലേ? അത് പടച്ചോന്നോ അതെന്തായാലും അവൾ അന്വേഷിച്ചിട്ടില്ല. ഞാൻ പോലും എടുക്കാത്ത പാലത്തെ ഇപ്പൊ എന്റെ തലയിൽ മുഴുവൻ. ആദ്യം അതൊക്കെ ഒന്ന് ഇറക്കി വെക്കട്ടെ, എന്നിട്ട് മതി കല്യാണം. ഈ ബാധ്യതകളുടെ കൂടെ എന്റെ കല്യാണ ചെലവും കൂടി താങ്ങി എനിക്ക് വയ്യമ്മേ. ഞാനൊരു മനുഷ്യനാ, എനിക്കൊണ്ട് താങ്ങുന്നതിൽ പരിധി. ഇപ്പൊ സാലറി കട്ടാക്കുന്ന് പറഞ്ഞിട്ടാ ഞാൻ ലീവ് പോലും എടുക്കാത്ത. അതെനിക്ക് നമ്മുടെ വീടിന്റെ അവസ്ഥ മനസ്സിലാവുന്നോണ്ടാ. എന്റെ അമ്മ, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. നമ്മുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കുക. ഇതിപ്പോ എനിക്കിവിടെ കല്യാണം കഴിച്ചു പോവാ, പക്ഷെ എനിക്ക് നിങ്ങൾ കഷ്ടപ്പെടുത്താൻ വയ്യ അമ്മ. എനിക്കൊന്ന് മനസ്സിലാക്കും. മോള് പറഞ്ഞേക്ക അച്ഛൻ കേട്ടു. എൻ്റെ മോളോർത്ത് അച്ഛനെന്ന അവമാനമേ ഉള്ളൂ. ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ നീ കണ്ട് കഷ്ടപ്പെടുന്നത്. നീ വീടിൻ്റെ വാടക കൊടുക്കുന്നുണ്ട്, കുടുംബം നന്നായിട്ട് നോക്കുന്നുണ്ട്, അച്ഛൻ്റെ ഹോസ്പിറ്റലൊക്കെ നോക്കുന്നില്ലേ? ഇതിൽ കൂടുതൽ എന്തിനാടി അച്ഛനും അമ്മയ്ക്ക് വേറെ? എനിക്ക് നീ എപ്പോഴെങ്കിലും കല്യാണം കഴിക്കാൻ തോന്നിയ ഇഷ്ടം ഒരാളെ കല്യാണം കഴിക്കും. അച്ഛനും അമ്മ ഒരിക്കലും ഈ കാര്യം പറഞ്ഞ് മോളം പോയി. മോളമ്മയോട് ക്ഷമിക്കും മോളെ. അമ്മയ്ക്ക് മോളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായില്ല. ഞാൻ എൻ്റെ അമ്മയല്ലേ, അതിൻ്റെ വേവല അതുകൊണ്ട് പറഞ്ഞു പോയതാ.